വൈകുന്നേരം റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് മാറി. അങ്ങനെ ഫോണെടുത്ത് നോക്കിയപ്പോഴത്തേക്കും വൈകിട്ട് 6:10 നാട്ടിലോട്ട് ട്രെയിനുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു. അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേട്ടൻ ചായ കുടിക്കാൻ പോയ സമയത്ത് എൻ്റെ വാച്ച് കുറച്ച് നേരം ചാർജ് ചെയ്തു. അങ്ങനെ ട്രെയിൻ വരാൻ സമയമായപ്പോഴത്തേക്കും ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റ് അടുത്തോട്ട് നീങ്ങി നിന്ന്. അവിടെ കുറേ പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. ജനറലിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ സ്ലീപ്പറിലോട്ട് ഓടിക്കയറുന്ന വഴി ആ ചെക്കൻ്റെ ചെരുപ്പ് ട്രാക്കിലോട്ട് വീണു. അങ്ങനെ ഒറ്റക്കാല ചെരുപ്പിട്ടുകൊണ്ട് അവിടെ മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ അവന്മാരോട് കുറച്ച് നേരം സംസാരിച്ച് നിന്ന് അവന്മാർ ഞാൻ വീഡിയോ എടുക്കുന്ന അവന്മാർ കണ്ട് അങ്ങനെ വൈറലാക്കുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ് വീഡിയോ വെറുതെ എടുക്കുന്നതാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമർത്തി യാത്ര പറഞ്ഞ സ്ലീപ്പറിലോട്ട് TTRനെ തപ്പി നടന്നു. അങ്ങനെ TTRനെ തപ്പി നടന്നപ്പോഴത്തേക്ക് അവിടെ മാറി കുറച്ച് നേരം ഞാൻ ആയിരുന്നു. അങ്ങനെ TTRൻ്റെ അടുത്ത് ജനറലിൽ നിന്ന് സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ജനറലിലോട്ട് കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ 2 സീറ്റിൽ, ഒരു സീറ്റിൽ 5 പേര്, ഒരു സീറ്റിൽ 4 പേര് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ 4 പേര് ഇരിക്കുന്ന സീറ്റിൽ ചോദിച്ചു, ചേട്ടാ കുറച്ച് സൈഡ് വരെ ഞാനും കൂട്ടി ഇരുന്നോട്ടെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ മാറിയിരുന്ന് അവിടെ ഇരുന്ന ആൾക്കാരോടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ആ ക്രിസ്മസ് അപ്പൂപ്പനെ പോലത്തെ ഒരു ഉപ്പൂപ്പ കയറിയായിരുന്നു. അങ്ങനെ ആ ഉപ്പൂപ്പ ചിറയെങ്കിൽ ഉള്ള ഉപ്പൂപ്പയാണ്. ആ ഉപ്പൂപ്പയോട് കുറേ നേരം സംസാരിച്ചിരുന്നു. പുള്ളിക്കാരൻ കുറേ നാൾ ഗൾഫിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നാട്ടിൽ വന്ന് ഹോട്ടൽ തുടങ്ങുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കമംഗ്ലൂരുള്ളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ അവിടെ നാട്ടിൽ കൃഷിയാണ്, ഏലയ്ക്ക, കവുങ്ങ്, റബ്ബർ, തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നല്ല വരുമാനമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ മാറി കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ ദാഹിച്ചപ്പോഴത്തേക്കും ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ കയ്യിൽ ചുരുട്ടി പിടിച്ച് ആരെങ്കിലും വെള്ളം കൊണ്ടുവരുന്നുണ്ടോ നോക്കിയിരുന്നു. അങ്ങനെ നോക്കി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും വന്നില്ല. അങ്ങനെ ഒരു പയ്യൻ്റെ നിന്ന് വെള്ളം മേടിച്ച് കുറച്ച് കുടിച്ച് എൻ്റെ ദാഹം മാറ്റി. അങ്ങനെ കുറച്ച് നേരം ട്രെയിനിൻ്റെ പുറത്ത് മാറി ഇങ്ങനെ നിന്ന് മിററിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ഒരു ചേട്ടൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിടത്തോട്ട് പോയിട്ട് എല്ലായിടത്തും യാത്ര പറയാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ യാത്ര പറയാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ ഇറങ്ങി പുറത്ത് പറയുന്നു. അപ്പോഴത്തേക്കും ഹരിപ്പാട് എത്താനായിരുന്നു. അങ്ങനെ ഹരിപ്പാട് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ പാലം കയറുന്നതിൻ്റെ പാട് ഓർത്തിട്ട് ഞാൻ ട്രാക്ക് വഴിയിട്ട് ക്രോസ് ചെയ്തിട്ട് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പുറത്തോട്ട് നടന്ന് എൻ്റെ വണ്ടി ഇരിക്കുന്ന അടുത്തോട്ട് ഞാൻ നടന്ന് പേൻ പാർക്കിലോട്ട് പോയി. അങ്ങനെ പേൻ പാർക്കിൽ പോയി എൻ്റെ വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കി. അങ്ങനെ വണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി പോയി 2 ദിവസമായി വണ്ടി വെച്ചിട്ട്. അപ്പം വണ്ടിക്ക് നല്ല മിസ്സിങ് ഉണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയുടെ പൈസ 2 ദിവസത്തെ പൈസയും കൊടുത്ത് ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഞാൻ നേരെ ഹരിപ്പാടോട്ട് പോയി. ഹരിപ്പാട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇക്ക നിൽക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെ ആ ഇക്കായ വണ്ടിയുടെ പുറകെ കയറ്റി. ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ഇക്കാരന് ആരാന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഷെഫീഖാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെൽമെറ്റ് നോക്കി കാണിച്ചിട്ട് മനസ്സിലായെന്ന് ചോദിച്ചു. കരുവാറ്റ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ അവിടുന്ന് ചായക്കട ഉണ്ടോ ഈ സമയത്തും ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, സമയത്ത് അവിടെ കിട്ടാനാണ്. ഒരു 4-5 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ലന്നയിൽ വന്നപ്പോഴത്തേക്കും അവിടെ ചായക്കട തുറന്നിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു പൊറോട്ട വേണമെന്ന് ചോദിച്ചു. അങ്ങനെ പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇക്കായം കൊണ്ടിട്ട് ഞാനും വീട്ടിൽ പോയി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം.